ലോക്സഭ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിലും അവതരിപ്പിക്കും. രാജ്യസഭ കൂടി കടന്നാൽ ബിൽ നിയമമാകും. ഇന്ന് വൈകിട്ടോടെ രാജ്യസഭയിൽ അവതരിപ്പിക്കുന്ന നിർദ്ദിഷ്ട നിയമനിർമ്മാണം രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ നിലവിൽ വരും. നിലവിലെ വഖഫ് തുടച്ചു നീക്കപ്പെടും. വഖഫ് സ്വത്തുക്കളെ നിയന്ത്രിക്കുന്ന 95 നിയമം ഇല്ലാതാകും. 288 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 232 പേർ എതിർത്തു. 520 പേരാണ് വോട്ട് ചെയ്തത്. സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ 50% മുകളിൽ വോട്ട് ലഭിച്ചാൽ ബിൽ പാസ്സാകും. അതായത് 520 പേരിൽ 261 പേരുടെ ഭൂരിപക്ഷം മതി. കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി ഒഴികെ ബാക്കി 18 അംഗങ്ങൾ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തതായാണ് വിവരം. പ്രിയങ്ക ഗാന്ധി സഭയിലുണ്ടായിരുന്നില്ല. പുതിയ നിയമം പാസ്സാക്കുന്നതോടെ മുനമ്പത്തെ താമസക്കാർക്ക് അവരുടെ ഭൂമി തിരികെ ലഭിക്കുമെന്നാണ് ബിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു അവകാശപ്പെട്ടത്. മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് കേരളത്തിൽ നിന്നുള്ള എല്ലാ ജനപ്രതിനിധികളുടെയും ആഗ്രഹമെന്നും, എന്നാൽ അതിന്റെ പേരിൽ മതസ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന നീക്കങ്ങൾ പാടില്ല എന്നും കോൺഗ്രസിൽ നിന്ന് പ്രസംഗിച്ച KC വേണുഗോപാൽ പറഞ്ഞു. ബിൽ ഭരണഘടനയ്ക്ക് എതിരെയുള്ള ആക്രമണമാണ് എന്നും ന്യൂനപക്ഷങ്ങളെ ഉന്നമിട്ടിട്ടുള്ളതാണ് എന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുസ്ലിങ്ങളുടെ മതകാര്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റമല്ല എന്നും സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ മാത്രമാണ് ഇടപെടുന്നത് എന്നും റിജിജു പറഞ്ഞു. ഈ ബിൽ വന്നില്ലായിരുന്നു എങ്കിൽ പാർലമെന്റ് സമുച്ചയത്തിന് മേൽ വരെ വഖഫ് അവകാശവാദം ഉന്നയിക്കുമായിരുന്നു എന്ന് മന്ത്രി വാദിച്ചു. ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ന്യൂനപക്ഷ അവകാശങ്ങൾ കവർന്ന് വഖഫ് സ്വത്തുക്കളിൽ കടന്നുകയറാനും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബിൽ കടുത്ത പ്രതിപക്ഷ എതിർപ്പിനിടെ ലോക്സഭ കടക്കുകയായിരുന്നു. 10 മണിക്കൂറിലേറെ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ വ്യാഴാഴ്ച പുലർച്ചെ 1-ഓടെ 232-നെതിരെ 288 വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. CPIM ലോക്സഭാ നേതാവ് K രാധാകൃഷ്ണൻ അടക്കം കൊണ്ടുവന്ന പ്രതിപക്ഷ ഭേദഗതികൾ ശബ്ദ വോട്ടോടെ തള്ളി. അതേസമയം ബില്ലിനെ എതിർത്ത് ഒരു വാക്കുപോലും സംസാരിക്കാതെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒളിച്ചോടുകയായിരുന്നു. ബിൽ വ്യാഴാഴ്ച രാജ്യസഭയിൽ അവതരിപ്പിക്കും. TDP, JDU, LJP എന്നീ കക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കിയതോടെ നിലവിലുള്ള കക്ഷിബലം അനുസരിച്ച് ബില്ല് രാജ്യസഭയും കടക്കും. മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ ഹനിക്കുന്നതും നിർണായക അധികാരങ്ങൾ സർക്കാരിൽ കേന്ദ്രീകരിക്കുന്നതുമായ വ്യവസ്ഥകൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചർച്ചയിൽ CPIM, CPI, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, നാഷണൽ കോൺഫറൻസ്, മുസ്ലിം ലീഗ്, JMM, AAP, RJD, YS, RCP അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള നീക്കം അംഗീകരിക്കാനാകില്ല. ബോർഡിൽ RSS, BJP അംഗങ്ങളെ കുത്തിത്തിരുകാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നും പ്രതിപക്ഷം പറഞ്ഞു. സംസാരിക്കവേ വഖഫ് ബില്ലിന്റെ പകർപ്പ് കീറി AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി പ്രതിഷേധിച്ചു. 10 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ 1 മണിക്കൂർ 40 മിനിറ്റ് കോൺഗ്രസിന് അനുവദിച്ചിരുന്നു എങ്കിലും രാഹുലോ പ്രിയങ്കയോ പങ്കെടുത്ത് സംസാരിച്ചില്ല. JDU, LJP, TDP പാർട്ടികൾ ബില്ലിനെ പിന്തുണച്ചു. വഖഫ് സ്വത്തായി പ്രഖ്യാപിക്കാൻ ബോർഡിന് അധികാരം നൽകുന്ന വഖഫ് നിയമത്തിലെ 40-ാം വകുപ്പ് റദ്ദാക്കിയതായി കിരൺ റിജിജു അറിയിച്ചു. ഈ വ്യവസ്ഥ വലിയ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. കേരളത്തിലെ മുനമ്പത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. UPA കാലത്ത് വഖഫിന് പരിമിതികളില്ലാത്ത അധികാരങ്ങൾ നൽകിയിരുന്നു. 2014 ഭരണം മാറിയില്ലായിരുന്നു എങ്കിൽ പാർലമെന്റ് വരെ വഖഫ് സ്വത്താക്കി മാറ്റുമായിരുന്നു എന്നും റിജിജു പറഞ്ഞു. വഖഫ് ബിൽ പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കാനുള്ളതാണ്. അതിൽ കൊള്ളയ്ക്കുള്ള മാർഗങ്ങൾ അടയ്ക്കുകയാണ് ചെയ്തത് എന്നും അമിത്ഷാ പറഞ്ഞു. വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ മികവും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതാണ് ഭേദഗതി ബില്ല്. ശരിയായ രജിസ്ട്രേഷൻ, നിരീക്ഷണം, പരാതി പരിഹാരം എന്നിവയ്ക്ക് സംവിധാനമൊരുക്കും. ബിൽ ഉമ്മീദ് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ്, എംപവർമെന്റ്, എഫിഷ്യൻസി ഡെവലപ്മെന്റ് എന്ന് അറിയപ്പെടും. കേന്ദ്ര വഖഫ് കൗൺസിലിൽ സ്ത്രീകൾക്കും മുസ്ലിങ്ങളുടെ വിവിധ വിഭാഗങ്ങൾക്കും മതിയായ പ്രാതിനിധ്യമുണ്ടാകും. ന്യൂനപക്ഷക്കാരും കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണോ അദ്ദേഹമാകും കൗൺസിൽ അധ്യക്ഷൻ. മന്ത്രി മുസ്ലിം അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടാതെ പരമാവധി 4 മുസ്ലിം ഇതര അംഗങ്ങൾ കൂടി കൗൺസിലുണ്ടാകും. അവരിൽ 2 പേർ സ്ത്രീകളായിരിക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.